ലോജിക്കലി നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം ലോജിക്കലി ശരിക്കും പറഞ്ഞാൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ആ 10 യൂണിറ്റും ഒരു സ്പീഡിലൊരു ബ്രഷപ്പ് ആയിരുന്നു അവിടെ തന്നത്. സാറിൻ്റെ എഫേർട്ടും പറയാണ്ടിരിക്കാൻ വയ്യ. നിർത്താണ്ട് ആ 15 മണിക്കൂറൊക്കെ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചുമ്മാ എടുക്കുന്നതിലല്ലല്ലോ കാര്യം. എനിക്ക് അത്രയും മെറ്റീരിയൽസും അത്രയും സപ്പോർട്ട് I+ തന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത് എനിക്കത് ചെയ്യാൻ പറ്റിയത്. ഹായ് എവരിവൺ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അലീനയാണ്. ജൂൺ 2025 സൈക്കിളിൽ നെറ്റ് എക്സാമിൽ കമ്പ്യൂട്ടർ സയൻസിൽ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് നെറ്റ് ക്വാളിഫൈ ചെയ്ത അലീനെ I+ന്റെ ഇന്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. എങ്ങനെയാണ് ഈ പഠന ജേണിയിലേക്ക് തിരിഞ്ഞത്? PG ചെയ്ത വർഷം, അതുപോലെ തന്നെ നമ്മുടെ എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു പരീക്ഷയുടെ, എങ്ങനെ ഈ ജേണിയിലേക്ക് എത്തി എന്നുള്ളതൊരു ഇൻട്രോ ആയിട്ട് പറയാമോ? ഓക്കെ, സോ ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേര് അലീന. ഞാനാണെങ്കിൽ അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ഈ 2025 പാസ് ഔട്ട് ആണ്. അപ്പം ഞാൻ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് ആക്ച്വലി ഇത്. ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റ് നമ്മൾ ഈ ക്ലാസ്സിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ ചുമ്മാ പോയി ഒന്ന് അറ്റൻഡ് ചെയ്തതാണ്. പക്ഷെ ആ എക്സാമിന് എനിക്ക് നല്ലൊരു സ്കോർ ഉണ്ടായിരുന്നു. എനിക്കൊരു 6 മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് എനിക്ക് നെറ്റ് പോയത്. അപ്പോൾ ആ സമയത്ത് PhDക്ക് അഡ്മിഷനും ക്വാളിഫൈ ആയി. അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഓക്കെ, എന്നെക്കൊണ്ട് ഇത് പറ്റും, എന്തുകൊണ്ട് എനിക്ക് ഇതായിക്കൂടാ എന്നുള്ളൊരിത് വന്നു. പിന്നെ പേഴ്സണലി എനിക്ക് ടീച്ചിങ്ങിനോട് കുറച്ച് താല്പര്യമുണ്ട്. എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര ബ്രഷപ്പ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും എല്ലാവർക്കും ഇഷ്ടമാണ്, പേഴ്സണലി എനിക്കും ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാനപ്പം I+നെ കുറിച്ച് അറിയുന്നതും എൻ്റെ ഫ്രണ്ട്സ് ത്രൂ ആണ് അറിയുന്നത്. അടൂരിൽ അവിടെ അടുത്ത് കുറച്ച് പിള്ളേരുണ്ട് എനിക്ക് ഫ്രണ്ട്സായിട്ട്. അപ്പോൾ അവർ പറഞ്ഞാണ് നമ്മൾ അറിയുന്നതും. പിന്നെ സാറിൻ്റെ യൂട്യൂബ് വീഡിയോ, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇതൊക്കെ വരുമ്പോഴത്തേക്കും അവരാണെങ്കിൽ യൂഷ്വലി എനിക്ക് ഷെയർ ഒക്കെ ചെയ്യും. അങ്ങനെ വന്ന് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണ് എൻ്റെ വിഷയം. അപ്പോൾ അത് അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പം ഇവിടെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞുണ്ട് ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞിട്ട് എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു ആക്ച്വലി ഇത്. ഈ അറ്റംപ്റ്റ് ദൈവം സഹായിച്ച് എനിക്ക് നന്നായിട്ട് അത് ഇവിടെ വന്ന് ട്രെയിനിങ് കിട്ടി, നല്ലൊരു ട്രെയിനിങ് തന്നെ കിട്ടി അതെനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ഈ ക്ലാസ്സിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് PG കഴിഞ്ഞിട്ടാണല്ലേ വന്ന് ജോയിൻ ചെയ്ത്. പക്ഷെ ഒരു 30 hour മാരത്തൺ സെഷൻ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടക്ട് ചെയ്തപ്പോൾ ഒരു 30ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാളായിട്ട് അലീന ഉണ്ടായിരുന്നു. കുറച്ച് നാളെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിലെ ഓർമ്മയിൽ അലീന ഒരുപാട് മണിക്കൂർ എൻ്റെ ക്ലാസ് കേട്ടതുപോലെ പരിചിതമായിട്ടുള്ള മുഖമാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ച്വലി നമ്മളിവിടെ ഞാൻ ഇപ്പം സാറിനോട് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ശരിക്കും ഒരു 15 ദിവസത്തെ ക്ലാസ് പോലും നമുക്ക് നോർമലി കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഇങ്ങനെ സാർ ഒരു മാരത്തൺ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കും കൂടെ ഒരു താല്പര്യം വേണം പഠിക്കാൻ. അപ്പം എനിക്ക് 2 കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് അവിടം വരെ വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ JK സാറിനെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഉറപ്പായിട്ടും പോയിക്കോ, റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല എന്ന്. എന്താ പറയുക, ഒരു അടിപൊളി സെഷൻ തന്നെയായിരുന്നു. 30 hour ആദ്യം ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഈ 30 hour നമുക്ക് ഇരിക്കാൻ പറ്റും എന്ന് വെച്ചാൽ 2 ദിവസമായിരുന്നു അത് സ്കെഡ്യൂൾ ചെയ്തിരുന്നത്. എങ്ങനെ നമ്മൾ ഒരു 15 മണിക്കൂർ ഇരിക്കുക, രാവിലെ 7 മണി തൊട്ട് 9 മണി വരെ ആയിരുന്നു 2 ദിവസം. ഒന്നാമത് നമുക്ക് അത്ര ഇരിക്കാൻ പറ്റത്തില്ല, നമ്മുടെ അറ്റൻഷൻ സ്പാൻ, പിന്നെ പഠിപ്പിക്കുന്നവരെ നമ്മൾ കൺസിഡർ ചെയ്യണം, ഇതെല്ലാമായിരുന്നു എൻ്റെ മനസ്സിൽ കൂടെ. പക്ഷെ എന്നാലും എൻ്റെ വീട്ടിൽ നിന്നും പറഞ്ഞു നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരിതിലാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്കിപ്പോൾ സന്തോഷത്തോടു കൂടെ തന്നെ പറയാം, എനിക്ക് ഒരിക്കലും അതിനെ റിഗ്രറ്റ് ചെയ്ത് വന്നിട്ടില്ല. കാരണം ആ 10 യൂണിറ്റും ഒരു സ്പീഡിലൊരു ബ്രഷപ്പ് ആയിരുന്നു അവിടെ തന്നത്. സാറിൻ്റെ എഫേർട്ടും പറയാണ്ടിരിക്കാൻ വയ്യ. നിർത്താണ്ട് ആ 15 മണിക്കൂറൊക്കെ ക്ലാസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചുമ്മാ എടുക്കുന്നതിലല്ലല്ലോ കാര്യം. നമ്മൾ സ്റ്റുഡൻസിന് എന്തോരം മനസ്സിലായി, എന്തോരം എത്ര എഫക്റ്റീവ്ലി ആയിട്ട് അത് കിട്ടുന്നു എന്നുള്ളതിലൊരു വലിയൊരു പങ്കുണ്ടല്ലോ. ഇപ്പം സാറാണേലും ആദിരാംസ് ആണേലും അടിപൊളിയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ക്ലാസ്സൊക്കെ എടുത്തു തന്നു. എനിക്ക് പേഴ്സണലി അതുകൊണ്ടാണോ എന്ന് പോലും എനിക്കറിയത്തില്ല എനിക്ക് ഈ പ്രാവശ്യം ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. കാരണം അത്രയും നമ്മുടെ അടുത്ത് വന്ന് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് ചെയ്യുന്ന ഒരു അടിപൊളി ഫാക്കൽറ്റീസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ 30 hourത്തെ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു അടിപൊളിയായിരുന്നു. ഒരു ഫുള്ളി പവർ പാക്ഡ് സെക്ഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ക്ലാസ് ആയിരുന്നു അത്. എപ്പോഴും ഞാൻ വിദ്യാർത്ഥികളുടെ അടുത്ത് പറയുന്ന കാര്യമാണ്, അധ്യാപകർക്ക് എനർജി കിട്ടുന്നത് മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നായിരുന്നു. ആ 30+ ആൾക്കാരുണ്ടായിരുന്നു അല്ലേ, അതിലെ ആളുകളുടെ എനർജിയാണ് ആ 30 hours. ഞാനും ഇത് തുടങ്ങുമ്പോൾ വിചാരിച്ചു രാവിലെ 7 തൊട്ട് രാത്രി 10 വരെ
15 മണിക്കൂർ ശനി ഞായർ അടുപ്പിച്ച് 30 hours കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഭംഗിയായിട്ട് തീർന്നു. നിങ്ങൾക്കും കൂടി ആ താങ്ക്സ് പറയുന്നത്. നമുക്ക് തിരിച്ച് പഠനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് PG കഴിഞ്ഞ ഉടനെ ക്വാളിഫൈ ചെയ്തു, ഏതൊക്കെ ഏരിയകളാണ് പേപ്പർ 2 ഫോക്കസ് ചെയ്ത് പഠിച്ചത്, അല്ലെങ്കിൽ വീക്ക് ഏരിയകൾ എങ്ങനെ ഓവർകം ചെയ്തു? എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ആപ്പ് തന്നെ അതിന് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം, ശരിയാണ് സാർ പറഞ്ഞത്, ഞാൻ PG കഴിഞ്ഞപ്പോൾ തന്നെ ഇരുന്നു, പക്ഷെ നമ്മൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ട് ഇൻപുട്ട് ഇട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമ്മുടെ ആപ്ലിക്കേഷനിൽ കറക്റ്റായിട്ട് ഏത് യൂണിറ്റിൽ എന്ത് പഠിക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. സോ അതെന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ PYQs ആണെങ്കിലും ഒക്കെ നമ്മൾ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഈ പ്രാവശ്യവും PYQ തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസിന് വന്നത്. അപ്പം അതെന്നെ കുറേ ഹെൽപ്പ് ചെയ്തു. കാരണം നമുക്ക് ഏത് ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്ന്, അപ്പം എനിക്കാണെങ്കിൽ പേപ്പർ 2 ആണെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടായിരുന്നില്ല, ഓൺലൈൻ ആയിരുന്നു. അപ്പോൾ ആ ഓരോ മൊഡ്യൂളും തുടങ്ങുമ്പം ഇങ്ങനെ പറയും ഈ ഏരിയ ആണ് അവിടുത്തെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പം ആക്ച്വലി നമ്മൾ ഒരു ടോപ്പിക് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാടുണ്ട് പഠിക്കാമെന്ന്. പക്ഷേ I+ന്റെ എനിക്ക് തോന്നുന്ന ഒരു പ്ലസ് പോയിന്റ് എന്നാന്ന് ചോദിച്ചാൽ, കുറേ വാസ്റ്റ് ആയിട്ടുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് നമുക്ക് പറഞ്ഞു തരും എന്നതാ പഠിക്കേണ്ടത്. അപ്പം നമ്മൾ ആക്ച്വലി എന്താ സ്ട്രെസ് ചെയ്യേണ്ടതെന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞു തരും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് കുറേ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം എനിക്ക് തോന്നുന്നു അതാണ് ഇപ്പം കമ്പ്യൂട്ടർ സയൻസിനാണെങ്കിലും എനിക്ക് ആപ്ലിക്കേഷൻ ത്രൂ ആണ് എനിക്ക് നന്നായിട്ട് എന്താ പറയുക പഠിക്കാനായിട്ട് സാധിച്ചത്. കാരണം കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് എന്താണ് പഠിക്കേണ്ടത്, ഏത് ഏരിയ ആണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഏറ്റവും സ്കോർ ചെയ്യാൻ സഹായിച്ചിട്ടുള്ള 1-2 യൂണിറ്റുകൾ ഈ വീഡിയോ കാണുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ, ഏതൊക്കെ യൂണിറ്റുകളാണ് കമ്പ്യൂട്ടർ സയൻസിൽ മെയിൻ ഫോക്കസ്ഡ് ആയിട്ട് കുറെ ചോദ്യങ്ങൾ വന്ന് കണ്ടത് ഇപ്രാവശ്യം? എനിക്ക് തോന്നുന്നു ലാംഗ്വേജസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, നമ്മൾ ലാംഗ്വേജസിനെ കുറിച്ച് പഠിക്കുന്ന, അതിൻ്റെ അകത്തു നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഒപ്റ്റിമൈസേഷൻ, നമ്മുടെ മാത്തമാറ്റിക്കൽ ഒരു യൂണിറ്റ് ഉണ്ട്, ഫസ്റ്റ് യൂണിറ്റ്. ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റ് ആണ്, മാത്തമാറ്റിക്കൽ ഒപ്റ്റിമൈസേഷൻ. അതിൻ്റെ അകത്തും കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നു. എനിക്ക് തോന്നുന്നു 2ൽ നിന്നും 18 വെച്ചിട്ടാണ് മാർക്ക് വന്നത്. അപ്പൊ നല്ലൊരു വെയിറ്റേജ് തന്നെ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നെറ്റിൽ നിന്ന് എനിക്ക് ഈ പ്രാവശ്യത്തെ നെറ്റ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത്, എക്സാം ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത്, കഴിഞ്ഞ പ്രാവശ്യം കുറേ DSA പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഈ ബൈനറി സെർച്ച് ട്രീൻ്റെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഈ പ്രാവശ്യം അതൊന്നും അല്ലായിരുന്നു, പാറ്റേൺ ഡിഫറെൻ്റ് ആയിട്ട് മാറിയിരുന്നു. പിന്നെ ആ യൂണിറ്റിന് വെയിറ്റേജ് കുറവായിരുന്നു, എന്തോ 6 മാർക്കോ അത്ര എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്ന് ഈ 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു. നമ്മൾ തള്ളിക്കളയുന്ന 2 ചാപ്റ്റേഴ്സും അല്ല, കാരണം മാത്സ് ആണ് ഒരു ചാപ്റ്റർ ഫുള്ള്, ഒരെണ്ണം ലാംഗ്വേജസ് റിലേറ്റഡ് ആയിട്ടാണ്. പക്ഷെ അതിൽ നിന്ന് 2 ഏറ്റവും കൂടുതൽ 18 വന്നത്. സിലബസ് 100% കവർ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് അല്ലേ അത് കാണിക്കുന്നത്? ഉറപ്പായിട്ടും ഞാൻ കുട്ടികളുടെ അടുത്തും പറയും, ചോദ്യ പേപ്പർ ഇടുന്ന ആള് ഒരു മനുഷ്യൻ ഇതിന് പിന്നിലുണ്ടല്ലോ, അയാള് ഫോക്കസ് ചെയ്ത, അല്ലെങ്കിൽ അയാളുടെ മാസ്റ്റേഴ്സിന്റെയോ റിസർച്ചിന്റെ ഏരിയ ഏതാണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് ചോദ്യങ്ങൾ കൂടുന്നത് സ്വാഭാവികം. അലീനയ്ക്കും ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും ഞാൻ കരുതുന്നു. ആ വർഷം ചോദ്യം ഇട്ട ആളുടെ ഫേവറേറ്റ് ഏരിയ അതായിരുന്നു. ഈ വർഷം ചോദ്യം ഇട്ട ആൾക്ക് ആ ഏരിയയിൽ അധികം ഫോക്കസ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ പേപ്പർ 2 വെയിറ്റേജ് പറയുന്നുമില്ലല്ലോ, ഇന്ന യൂണിറ്റിൽ നിന്ന് ഇത്ര ചോദ്യം വരും എന്നില്ല. പക്ഷെ പേപ്പർ 1ന്റെ സിലബസ് നോക്കിയാല് എല്ലാ യൂണിറ്റിൽ നിന്നും 5 ചോദ്യങ്ങളെന്ന് സിലബസിന്റെ ഏറ്റവും ഒടുവിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ പേപ്പർ 1 ഏതായിരുന്നു ഡിഫിക്കൽട്ടി യൂണിറ്റ്? എങ്ങനെ എനിക്ക് ആക്ച്വലി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ യൂണിറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു യൂണിറ്റും ലോജിക്കലും ആയിരുന്നു. അപ്പൊ എനിക്ക് മാത്സ്, യൂഷ്വലി എല്ലാവരും മാത്സ് ആണ് പാടായിട്ട് പറയുന്നത്, പക്ഷെ എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. സാറിന്റെ ക്ലാസ്സിലാണെങ്കിലും എനിക്ക് ഭയങ്കര, എല്ലാവർക്കും ഭയങ്കര അയ്യോ മാത്സ് ചെയ്യണമല്ലോ എന്നുള്ള പേടി വരുമ്പോഴും എനിക്ക് സാറ് പറഞ്ഞു തരുന്ന കാര്യങ്ങളും ആ മെത്തേഡും എനിക്ക് എപ്പോഴും മാത്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ബേസിക്കലി എല്ലാവരും മാത്സിന് കൂടുതൽ സമയം ഇമ്പോർട്ടൻസ് കൊടുക്കും, ഞാൻ അതിന് ലെസ് ഇമ്പോർട്ടൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യില്ലെന്നല്ല, പക്ഷെ എനിക്കത് കുറച്ചും കൂടെ സിമ്പിൾ ആയിരുന്നു. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏരിയ ആണ്. അപ്പം ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എനിക്ക് കുറച്ച് ടഫാണെന്ന് തോന്നിയ ഏരിയാസ് ആയിരുന്നു. 1 കമ്മ്യൂണിക്കേഷൻ, 2 ലോജിക്കലും. പക്ഷെ ലോജിക്കലിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ലോജിക്കൽ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം ലോജിക്കൽ ശരിക്കും പറഞ്ഞാൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല.
ഞാൻ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഓൾറെഡി അത് കവർ ചെയ്ത് പോയായിരുന്നു. പക്ഷെ നമ്മുടെ ടീച്ചേഴ്സ് അത് പിന്നെയും എടുത്തു തന്നു. ഞങ്ങൾക്ക് അവിടെ ഷായിദ മിസ് ആയിരുന്നു എടുത്തുന്നത്. അടിപൊളിയായിട്ട് എടുത്തു തന്നു. മിസ്സിന്റെ ആ പഠിപ്പിക്കുന്ന രീതിയും നമുക്ക് ഇപ്പോഴും നമുക്ക് ആ ഒരു ചാർട്ട് വരച്ചിട്ടാണ് മിസ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഓർമ്മയിൽ നിന്ന്. അപ്പൊ പാടായിക്കൊണ്ടിരുന്ന ലോജിക്കല് എനിക്ക് പോകെ ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങി. അങ്ങനെയായിരുന്നു ലോജിക്കലിന്റെ കാര്യം. പിന്നെ കമ്മ്യൂണിക്കേഷൻ എനിക്ക് കുറച്ച് ടഫ് വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര കവർ ചെയ്ത് പഠിച്ചാലും അവർ പുറത്തുനിന്ന് ചോദ്യം ഇടും. അപ്പം നമുക്ക് അത് കുറച്ച് പേടിയായിരുന്നു. പിന്നെ എനിക്ക് ബാക്കിയുള്ളതെല്ലാം ഓക്കെ പോലത്തെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഈ ജേർണിയിൽ നമ്മുടെ I+ന്റെ അധ്യാപകരെ പറ്റിയും ക്ലാസ്സുകളെ പറ്റിയൊക്കെ കുറേ റെഫറൻസുകൾ പറഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 2-3 ആസ്പെക്റ്റുകൾ I+ന്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ, ഇപ്പം കോഴിക്കോടായാലും തിരുവനന്തപുരം ആയാലും എറണാകുളത്ത് അലീന പഠിച്ചത്, ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചില ആസ്പെക്റ്റുകളൊന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഇവിടെ ആർക്കും ഒരു പറഞ്ഞു തരാനൊരു മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ജയിക്കണം അങ്ങനെയല്ലായിരുന്നു. നമ്മളെല്ലാവരും ഒന്നിച്ച് പഠിച്ചു പോകണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് അവരുടെ എഫേർട്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് പേഴ്സണലി ഞാൻ വേറെ ഒന്നും കോച്ചിങ് പോയിട്ടില്ല. പക്ഷെ നമ്മൾ ആ ഒരു ടീച്ചേഴ്സിൻ്റെ വില്ലിങ്നെസ് ഉണ്ടല്ലോ, അതാണ് സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. ടീച്ചേഴ്സ് നമുക്ക് ഇടുന്ന ഒരു എഫേർട്ട്, ഇത്രയും സമയം ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണോ ഞങ്ങൾ പറഞ്ഞു തരാം എന്ന് പറയുന്നതും. പിന്നെ ഞാൻ കണ്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മളവിടെ സ്റ്റുഡൻസിനെ ഗ്രൂപ്പായിട്ട് തിരിക്കും. നമ്മുടെ ക്ലാസ് അവേഴ്സ് കഴിഞ്ഞിട്ട് ഗ്രൂപ്പായിട്ട് തിരിക്കും. ഓരോ ഗ്രൂപ്പിനും ഓരോ ഫാക്കൽറ്റി കൂടി ഇരിക്കും. എന്നിട്ട് നമ്മൾ തലേദിവസം ചെയ്തു വന്നതെല്ലാം ഡിസ്കസ് ചെയ്യാനും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്കൽറ്റീസിന് പഠിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല അവർക്ക് നമ്മൾ വളരണം എന്ന്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പഠിക്കണം എന്നുള്ള ഒരു ഇതിൽ അവരവരുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ ഇരുന്ന് എല്ലാം പഠിപ്പിച്ച് നമ്മളെ ട്രെയിൻ ചെയ്ത് തന്നു അവർ. അതുമാത്രമല്ല അവർ തന്ന ഒരു മോട്ടിവേഷൻ, നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ഇത് അവരെപ്പോഴും നമ്മളെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കുറേ ഷോർട്ട് കട്ട്സ്, പിന്നെ അവർ പഠിപ്പിക്കുന്ന രീതികൾ. ഈ സ്വാതി മിസ്സിൻ്റെ ക്ലാസ്സൊക്കെ നമ്മളിങ്ങനെ കേട്ടിരുന്നു, അത്രയും സ്വീറ്റാണ് മിസ് പഠിപ്പിക്കുന്ന രീതികളും. നമ്മളെല്ലാം ഇങ്ങനെ ഓർത്ത് വെക്കും. പിന്നെ കുറേ എക്സാമ്പിൾസ്. പിന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് തമ്മിലുള്ളൊരു ബോണ്ട്, എനിക്ക് തോന്നുന്നു അത് പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ പഠിച്ചവ എല്ലാ കോഴ്സ് സ്റ്റുഡൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലി ഹെൽപ്പ് ചെയ്തു. നമ്മുടെ കുറേ ചിറ്റ്ചാറ്റ്സും, പിന്നെ ഞാൻ പറയുവാണെങ്കിൽ ഞങ്ങൾ പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കോമഡി ആയിട്ടാണ് പഠിക്കുക. അപ്പോൾ നമ്മളത് കൂടുതൽ ഓർത്തിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതാ ഇപ്പം മിസ് ചെയ്യുന്നത്. ഇപ്പം നെറ്റൊക്കെ ക്വാളിഫൈഡ് ആയി സന്തോഷമുണ്ട്. പക്ഷേ ഇന്നിപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം ഫ്രണ്ട്സ് ആരും ഇല്ല. അവര് നന്നായിട്ട് മിസ് ചെയ്യുന്നു ആ ഒരു ബഞ്ച്. അങ്ങനെ ഒത്തിരി സന്തോഷം. കുറച്ച് നാളിന്റെ ഇടയിൽ പോലും ആ ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് വലിയൊരു കാര്യമാണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ I+ലേക്ക് എത്തുന്നതിന് മുൻപും ശേഷവും തമ്മിലുള്ള വ്യത്യാസം വിദ്യാർത്ഥികൾ ഷെയർ ചെയ്യാറുണ്ട്. അലീനയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ചലഞ്ചസ് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഫേസ് ചെയ്തിരുന്നോ? അതിനെ എങ്ങനെ I+ന്റെ ഹെൽപ്പോടുകൂടി അതിജീവിക്കാൻ പറ്റിയിട്ടുണ്ട്? അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ സിലബസ് എടുത്ത് വെച്ചു. അപ്പോൾ സിലബസ് എടുത്ത് വെക്കുമ്പോൾ ഓരോ ടോപ്പിക്കിനും ഞാൻ ഓരോ സൈറ്റ് റെഫർ ചെയ്യണം. അതുമാത്രമല്ല നമുക്ക് അത് തന്നെയാണോ വരാൻ പോകുന്നേ എന്നുള്ളൊരു ഡൗട്ട്, അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. പക്ഷെ I+C വന്നു കഴിഞ്ഞപ്പം എല്ലാം എവറിത്തിങ് അണ്ടർ വൺ റൂഫ് എന്ന് പറയുന്ന പോലെ എല്ലാ ടോപ്പിക്കിലും ഞാൻ പറഞ്ഞ പോലെ എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് എല്ലാം ഇങ്ങനെ നമ്മുടെ മെറ്റീരിയൽ കുറേ ഹെൽപ്പ് ചെയ്തു. എല്ലാം കറക്റ്റായിട്ട് ഓരോ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്താ ഉള്ളത് എന്നുള്ളത് പ്രോപ്പറായിട്ട് ചാർട്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു I+ന്റെ മെറ്റീരിയൽ. അപ്പോൾ I+ന്റെ മെറ്റീരിയൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. നമ്മൾ പല സൈറ്റിൽ പോയി എന്താണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് തന്നെ ഒരു 5-6 സൈറ്റിൽ റെഫർ ചെയ്യുന്നതിന് പകരം ആ സിലബസ് കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പം നമുക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫറെൻ്റ്. അപ്പോൾ I+ എനിക്ക് അത് തന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രാവശ്യം നമ്മൾ ടെസ്റ്റ് എഴുതുമ്പം നമ്മുടെ സ്കോറ് അത് എനിക്ക് തോന്നുന്ന എല്ലാ സ്റ്റുഡൻസിനും അങ്ങനെ തന്നെ ആയിരിക്കും. സ്കോറ് നമ്മളെ കുറച്ച് എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നുള്ളൊരു ചെറിയ തോന്നൽ നമുക്ക് പേഴ്സണലി വരുമല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസം നമ്മൾ ഉറങ്ങി എണീക്കുന്നു, I+C ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് പറയും നമ്മളെ കൊണ്ട് പറ്റും, പ്രാക്ടീസ് ചെയ്യും പിള്ളേരെ, ഒരു DI ചെയ്യുക, ഒരു ഇത് ചെയ്യുക എന്ന് പറഞ്ഞുള്ള ആ ഒരു മോട്ടിവേഷൻ, അത് ടീച്ചേഴ്സ് മാത്രമല്ല സ്റ്റുഡൻസ് ആണെങ്കിലും തരുന്ന ആ ഒരു പുഷിങ്, എല്ലാവരും നമ്മളെ പുഷ് ചെയ്യും, പറ്റും, നിങ്ങൾക്ക് പറ്റും. അതുപോലെ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ സാറ് വരുമ്പം സാറ് പറയുന്ന ഒരു സാധനമാണ്, പറ്റില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടഫായിരിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ തോറ്റു എന്നുള്ളൊരു സാധനം. അത് സാർ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു
ആ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ മാറ്റി വെച്ചു. എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ പറയായിരുന്നു എനിക്ക് ടഫാ, എനിക്ക് കിട്ടത്തില്ല, എനിക്ക് ടഫാ എന്ന്. പക്ഷേ സർ അത് പറഞ്ഞേ പിന്നെ ഞാൻ റീതിങ്ക് ചെയ്തു തുടങ്ങി, എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഇതാക്കില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു മോട്ടിവേഷൻ, നമ്മളെപ്പോഴും പഠിക്കുമ്പം നമുക്ക് ആ ഒരു മോട്ടിവേഷൻ തരാൻ ഒരു ആൾ വേണമല്ലോ. എനിക്ക് തോന്നുന്നു I+C വന്നു കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും സർ ആണെങ്കിലും അവിടുത്തെ സ്റ്റുഡൻസ് ആണെങ്കിലും എനിക്ക് തന്ന ഒരു സാധനമായിരുന്നു, നമുക്ക് പറ്റും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് നമ്മൾ ഫേസ് ചെയ്യുക. അതിന് തന്നെ എനിക്ക് തോന്നുന്നു ആ എൻവയോൺമെൻറ്റ് മൊത്തത്തിൽ എന്നെ നന്നായിട്ട് അതിന് ബൂസ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് എപ്പോഴും ഉള്ളതാണ്, നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ഇപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് പഠിക്കുമ്പം നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നമുക്ക് അത്രയും അറ്റൻഷൻ സ്പാൻ ഉണ്ടാവത്തില്ല. കാരണം നമുക്ക് അത്രയും നേരം ഇരിക്കാൻ പറ്റുമോ, നമ്മൾ എത്ര ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് എപ്പോഴും ഡൗട്ടാണ്. പക്ഷെ എനിക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റും, ഞാൻ I+ന്റെ കമ്പ്യൂട്ടർ സയൻസ് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ഓൺലൈൻ ത്രൂ ആണ് ചെയ്തത്. അതിൻ്റെ ഫുൾ ആ 10 ചാപ്റ്ററും ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കണ്ടേക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട്, എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ച ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ മേ ബി ആ ക്ലാസ്സിൻ്റെ സ്റ്റൈലായിരിക്കാം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രീതിയായിരിക്കാം, ഞാൻ ആ 10 യൂണിറ്റ് ഫുൾ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നണം അത് വേറൊരു സ്ഥലത്ത് പോയിരുന്നേ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് അതിനുള്ള ഒരു ഇതുണ്ടാവില്ല. എനിക്ക് അത്രയും മെറ്റീരിയൽസും അത്രയും സപ്പോർട്ട് I+ തന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത് എനിക്കത് ചെയ്യാൻ പറ്റിയത്. ഓൺലൈനും ഓഫ്ലൈനും ഒരേപോലെ ഉപയോഗിച്ച ഒരാളാണ്. അതെ അതെ. സ്റ്റുഡൻസിനോട് ഇനിയും പരീക്ഷ എഴുതാനുള്ള ഒരുപാട് പേര് നമ്മളെ കാണുന്നുണ്ടാവും, അവരോട് എന്താ പറയാനുള്ളത്? അപ്പൊ എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ നമ്മൾ തോൽപ്പിക്കരുത്. നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആവുക, പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് നമ്മുടെ ലൈഫിൽ നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു സാധനമാണ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന്. പക്ഷേ ഞാൻ അതെൻ്റെ ജീവിതത്തിൽ അതൊരു പ്രാവർത്തികമാക്കിയ ഒരാളാണ്. ബിക്കോസ് പ്രാക്ടീസ് ചെയ്യുക, നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. പിന്നെ ഡ്രീം ബിഗ്, നമുക്ക് കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ കിട്ടും എന്ന് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുക. കൂട്ടത്തിൽ നമ്മൾ ആ ഒരു എഫേർട്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും UGC ക്രാക്ക് ചെയ്യാൻ പറ്റും. താങ്ക് യു അലീന. ഒരുപാട് സമയം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്തു. ഇനിയും കരിയറിലും പഠന ജീവിതത്തിലും അടുത്തടുത്ത വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ.